അങ്ങനെ വീണ്ടും ഒരു ഞായറാഴ്ച വന്നതിൻ്റെ സന്തോഷത്തിലാണ് ഞാൻ. ആകെ കൂടി പുറത്തു പോകാനൊരു അവസരം കിട്ടുന്നത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്നതാണ്. അങ്ങനെ ഒരുങ്ങി കെട്ടി പള്ളി ചെന്നപ്പോൾ ആദ്യത്തെ പണി കിട്ടി. ഇന്ന് കുർബാനയില്ലായിരുന്നു. 10 മണിയുടെ കുർബാനയ്ക്ക് പതിവില്ലാതെ 9:30 വീട്ടിൽ നിന്ന് ഇറങ്ങിയപ്പോഴേ ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പണി കിട്ടുമെന്ന്. മാർക്കറ്റിൽ നിന്ന് കുറച്ച് പച്ചക്കറിയൊക്കെ മേടിച്ച് വീട്ടിലോട്ട് തിരിച്ചു പോകാമെന്നായി ചേട്ടൻ. പറ്റില്ല, എവിടെയെങ്കിലും പോകണമെന്നായി ഞാൻ. അപ്പോഴാണ് ഓർമ്മ വന്നത് ഇവിടെ അടുത്തൊരു മുന്തിരിത്തോട്ടമുള്ള കാര്യം ഫ്രണ്ട്സ് പറഞ്ഞത്. പള്ളിയിൽ നിന്നൊരു 10 കിലോമീറ്റർ ദൂരമുണ്ട്. അവസാനം എൻ്റെ വാശി ജയിച്ചു. അവിടെ ചെന്ന് കഴിയുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ നിന്നെ ശരിയാക്കുമെന്നായി ചേട്ടൻ. പറഞ്ഞതുപോലെ അവിടെ ചെന്ന് കഴിയുമ്പോൾ മുന്തിരിത്തോട്ടത്തിൽ കയറാൻ പറ്റിയില്ലെങ്കിൽ വീണ്ടും പണി കിട്ടുമല്ലോ എന്ന് വിചാരിച്ച് ഞാൻ ക്യാമറ ഓണാക്കി. പോകുന്ന വഴിക്ക് എന്തെങ്കിലുമൊക്കെ ഒപ്പിയെടുക്കാമല്ലോ. പച്ച വിരിച്ച് കുറേ നെൽപ്പാടങ്ങളും ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചെറിയ തടാകങ്ങളും. തടാകത്തിൽ ഒന്ന് ഇറങ്ങിയാലോ എന്ന് ചോദിച്ചപ്പോൾ ചേട്ടൻ പറയുക, തടാകത്തിൽ നോക്കുകുത്തിയുടെ ആവശ്യമില്ല, നീ വേണമെങ്കിൽ പോയി ആ വയലിൽ നിന്നോളാൻ. തെലങ്കാനയുടെ ഗ്രാമീണ ഭംഗി ഒപ്പിയെടുക്കുന്ന തിരക്കിലായിരുന്നു ഞാൻ. എവിടെ വികസനം എന്ന് പറയുന്നതല്ലാതെ ഇവിടെ ഒരു വികസനവും ഇല്ല, ഒരു ഭംഗിയില്ല. പോരാത്തതിന് റോഡ് സൈഡ് ഫുള്ള് ചാണകം നിരത്തിയിട്ടിരിക്കുന്നു. വല്ല ഫാം ഹൗസും കാണുമോ എന്ന് പറഞ്ഞു തീർന്നില്ല, അപ്പോഴേക്കും പണി കിട്ടി. ദേ നിൽക്കുന്ന ലെവന്മാർ നിരന്ന്. കാശ്മീരിൽ ഭീകരവാദികളെ കണ്ടിട്ട് പിന്തിരിഞ്ഞോടിയിട്ടില്ല. പിന്നെ ആ ലെവന്മാർ എന്ന് ചേട്ടൻ. പിന്നെ അങ്ങോട്ട് കണ്ണിന് കുളിർമ നൽകുന്ന ബോഗൺവില്ല ചെടികളുടെ നീണ്ട നിര തന്നെയായിരുന്നു. ബോഗൺവില്ല ചെടികളിൽ ഇത്രയും വെറൈറ്റി കാണുന്നത് ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ. ഒരു കത്തി ഉണ്ടായിരുന്നെങ്കിൽ എല്ലാത്തിൻ്റെയും ഓരോ കമ്പ് വെട്ടിക്കൊണ്ട് പോകാമെന്നായി ഞാൻ. അതിനെന്താ, കത്തിയുമായിട്ട് വേറൊരു ദിവസം വരാമെന്ന് ചേട്ടൻ പറഞ്ഞതോടുകൂടി ആ പ്രശ്നത്തിന് പരിഹാരമായി. വഴിയോരത്ത് നിൽക്കുന്ന ഗാന്ധിജിയോടും അംബേദ്കറിനോടും ഒക്കെ ഒരു ഹായ് പറയാനും മറന്നില്ല. പിന്നെ അങ്ങോട്ട് കട്ടച്ചൂളകളായിരുന്നു, അതായത് കട്ട ചുടുന്ന സ്ഥലങ്ങൾ. എനിക്ക് ഈ കട്ട ചുടുന്ന മണം പണ്ട് തൊട്ടേ ഭയങ്കര ഇഷ്ടമാണ്. ഈ കാണുന്നതൊക്കെ കട്ട ചുട്ടിട്ട് അടുക്കി വെച്ച് വലിയ ബിൽഡിങ്ങിൻ്റെ അത്രയും ഹൈറ്റിൽ അടുക്കി വെച്ചിരിക്കുന്നതാണ്. ഹായ്, ഇപ്പം നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്താണ്? മുന്തിരിത്തോട്ടം. ഉച്ചത്തിൽ പറയൂ, മുന്തിരിത്തോട്ടം. മോൻ ചോദിക്കുക അമ്മ എന്താ ഡോറയാണോ എന്ന്. കമ്പിവേലിയൊക്കെ കെട്ടി ഭദ്രമായി വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ഗേറ്റ് എവിടെയാണോ ആവോ. മുന്തിരിത്തോട്ടം കണ്ടപ്പോഴാണ് ചേട്ടൻ്റെ മുഖത്തൊരു ചിരിയൊക്കെ വന്നത്. എന്നാൽ പിന്നെ ഒരു വീഡിയോ എടുത്തേക്കാല്ലേ. കമ്പിവേലിയൊക്കെ പൊട്ടിച്ച് അതിക്രമിച്ച് ഞങ്ങൾ അകത്ത് കയറിയേ. ഭാഗ്യത്തിന് ആരുമില്ല. ആഹാ, എന്താ ഭംഗി! നീണ്ട് പരന്ന് കിടക്കുകയാണ് നമ്മുടെ മുന്തിരിത്തോട്ടം. സത്യം പറഞ്ഞാൽ ഞാൻ മുന്തിരിത്തോട്ടം ആദ്യമായിട്ടാണ് അടുത്ത് കാണുന്നത്. സിനിമയിലോ വീഡിയോയിലൊക്കെ കണ്ട അറിവേ ഉണ്ടായിരുന്നുള്ളൂ. എന്ത് ഭംഗിയല്ലേ കാണാൻ! ഇതിലൊക്കെ വിഷം അടിച്ചിട്ടുണ്ടാവോ ആവോ. മുന്തിരിക്കുലകളെ തൊട്ട് തലോടിക്കൊണ്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്ന് ഫോട്ടോ എടുത്തപ്പോൾ കൊച്ചു ചോദിക്കുക, അമ്മയ്ക്ക് എന്താ വട്ടായോ എന്ന്. ദേ വീണ്ടും പണി കിട്ടി. ഏവണ്ടി മീരെവരണ്ടി ആകണ്ടി. അയ്യോ, തെലുങ്കാണേ, പേടിക്കല്ലേ, തെറിയൊന്നുമല്ല കേട്ടോ. തെലുങ്ക് അറിയാവുന്നതുകൊണ്ട് అత్యాവശ്యం കുറച്ച് കാര്യങ്ങളൊക്കെ ചോദിച്ച് മനസ്സിലാക്കി. വീഡിയോ എടുക്കാൻ വന്ന ഒരു കുഞ്ഞു വ്ളോഗറാണെന്നൊക്കെ പറഞ്ഞപ്പോൾ അവരങ്ങ് సమ్మതിച്ചു കേട്ടോ. ఏం లేదు అక్కడ అసలు చూడటానికి. ఇల్లు ఎక్కడ మీరు? അവർ പറഞ്ഞത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരു മാസം കൂടെ കഴിഞ്ഞാലേ ഈ മുന്തിരി പാകമാകുള്ളൂ, അപ്പോഴേ ഇത് പറിക്കാനാവുള്ളൂ. ആ സമയത്താണ് ഗേറ്റ് തുറന്നു കൊടുക്കുന്ന ആൾക്കാർക്ക് ഇത് കാണാനും മുന്തിരി മേടിക്കാനും ഒക്കെ ഒരു അവസരം കിട്ടുന്നത്. നമ്മളിപ്പോൾ ഓൾറെഡി വന്നതുകൊണ്ട് ശരി നിങ്ങൾ കണ്ടിട്ട് പോയിക്കോ എന്ന് പെർമിഷൻ തന്നു. ഈ മുന്തിരി ചെടികളെന്ന് പറയുമ്പോൾ ചെറിയ വള്ളികളായിരിക്കും എന്നായിരുന്നു എൻ്റെ ഒരു ധാരണ. പക്ഷേ ഇതുകൊണ്ടോ കട്ടിയുള്ള ഒരു തായ് തണ്ടാണ്. അത് വന്നിട്ട് ഒരു കുറച്ച് ഹൈറ്റായി കഴിഞ്ഞ് കഴിയുമ്പോൾ അവിടെ നിന്ന് മുള പൊട്ടി അതിൻ്റെ തണ്ടിൻ്റെ വണ്ണം കുറഞ്ഞ് ചെറിയ ചെറിയ ശാഖകളായിട്ട് വന്ന് അതിലാണ് മുന്തിരി കായ്ക്കുന്നത്. സിമെൻറ്റ് തൂണുകളിൽ സ്ഥാപിതമായിട്ടുള്ള കമ്പികളുടെ സ്ട്രോങ് ആയിട്ടുള്ളൊരു പന്തലിട്ട് കൊടുത്തിട്ടുണ്ട്. ആ പന്തലിലാണ് മുന്തിരി വള്ളികൾ പടർന്ന് പന്തലിച്ച് വളരുന്നത്. ഇവിടെ ഒരു ഓസ് കണ്ടോ, അതിലൂടെ എപ്പോഴും വെള്ളം വന്നുകൊണ്ടേയിരിക്കും. 2 മുന്തിരിച്ചെടിയുടെ ഇടയ്ക്ക് ചെറിയൊരു കുഴി പോലെ ആക്കിയിട്ട് അവിടെ എപ്പോഴും ഇങ്ങനെ വെള്ളം കെട്ടിക്കിടക്കുന്നുണ്ട്. ഈ മുന്തിരിക്ക് എപ്പോഴും വെള്ളം വേണമെന്നാണ് അവർ പറയുന്നത്. ഇത് കണ്ടോ, ഇപ്പം തന്നെ ഈ ഓരോ കുലയ്ക്കും 1/2 കിലോയോളം വെയിറ്റൊക്കെ വരുന്നുണ്ട്. ഇത് നമുക്ക് കണ്ടാൽ തന്നെ അറിയാം പറിക്കാറായിട്ടില്ല എന്ന്. പാകമായ മുന്തിരിക്ക് ഒരു ചെറിയ യെല്ലോ കളറാണല്ലോ ഉണ്ടാവുക. നല്ല പൊരി വെയിലാണ്. വീഡിയോ എടുത്തപ്പോൾ ചേട്ടൻ പറഞ്ഞു എനിക്കൊന്നും കാണാൻ പറ്റുന്നില്ല, ഒരു നിഴൽ മാത്രമേ കാണാൻ പറ്റുന്നുള്ളൂ എന്ന്. വീട്ടിൽ വന്ന് വീഡിയോ നോക്കിയപ്പോഴാണ് അറിയുന്നത് ഇത്രയും ക്ലാരിറ്റി ഉണ്ടായിരുന്നു എന്ന്. എൻ്റെ ആവേശവും ആക്രാന്തമൊക്കെ കഴിഞ്ഞപ്പോഴാണ് ചേട്ടൻ്റെ ഫോട്ടോയും വീഡിയോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് ഓർത്ത്. അങ്ങനെ ഞാൻ ക്യാമറമാനായി. ഏതോ പഴയകാല സിനിമയിൽ ആരോ നടന്നു വരുന്നത് പോലെ. എൻ്റെ തോന്നലാണോ എന്തോ. അങ്ങനെ ഗൈസ്, യാത്രയുടെ തുടക്കത്തിൽ കുറച്ചൊക്കെ പണി കിട്ടിയെങ്കിലും അവസാനം കണ്ണിന് കുളിർമയുള്ള നിരവധി കാഴ്ചകളും കണ്ട സന്തോഷത്തിൽ വെയിലിനെയും കൂട്ടുപിടിച്ച് ഞങ്ങൾ തിരിച്ചു പോന്നു. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ഒരു കുട്ടി ഹാർട്ടെങ്കിലും കമൻറ്റ് ചെയ്യണേ. അതുപോലെ തന്നെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. Thank you for watching. Bye bye.